ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ദൈവത്തിന്റെ മുന്നിൽ പോയിരുന്നുകൊണ്ട് മാത്രം നമുക്ക് സമ്പത്ത് വരില്ല, അഭിവൃദ്ധി വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. തൻ്റെ കർമ്മം, ഞാൻ നിശ്ചയിച്ച കർമ്മം നീ പോയി ചെയ്യുക, അവിടെയാണ് എന്നിലോട്ടുള്ള വഴി എളുപ്പമാവുന്നതെന്ന് വിശ്വസിക്കുന്ന ആ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന അതാണ്. അല്ലാതെ നമ്മളവിടെ പോയിരുന്നിട്ട് ഞാൻ ചെയ്യുന്ന കർമ്മമാണ് തന്നെ ദൈവത്തിലോട്ട് അടുപ്പിക്കുന്നെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയും. ഞാനെപ്പോഴും എന്നെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. മേജർ രവി റിട്ടയർഡ് ബട്ട് നോട്ട് ടയർഡ്. മേജർ രവി റിട്ടയർഡ് ആണ്, പക്ഷെ ഞാൻ ക്ഷീണിതനല്ല. ഇനിയും ഞാൻ പണിയെടുത്തുകൊണ്ടിരിക്കും. അതാണ് മേജർ രവി എന്നുള്ള വ്യക്തി. നമ്മുടെ കർത്തവ്യം അങ്ങനെ ആയിരിക്കണം, പണി ചെയ്തുകൊണ്ടിരിക്കും. അത് ദൈവികമായിട്ടും മാനുഷികമായിട്ടും നമ്മൾ ചെയ്യുന്ന സമയത്താണ് ദൈവം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കും. യെസ്, ഇവനത് ചെയ്യുന്നുണ്ട്, ഇന്നത് ചെയ്യുന്നുണ്ട്. എന്റെയൊക്കെ പ്രൊഫഷൻ നോക്കി കഴിഞ്ഞാൽ ഞാൻ 3 പ്രൊഫഷൻ നോക്കിയിട്ടുള്ളൂ. അദ്ദേഹം ഇപ്പം കേട്ടിടത്തോളം നാട് വിട്ടുകൂടി പോയി കോയമ്പത്തൂർ, അത് കഴിഞ്ഞ് മറ്റുപ്പാട്. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനും 9ാം ക്ലാസ്സും 10ാം ക്ലാസ്സും തോറ്റ് നാട് വിട്ടുകൂടി പോയിട്ടുള്ള വ്യക്തിയാണ് പട്ടാമ്പിയിൽ. പിന്നെ വീട്ടിൽ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് 3 ദിവസം പട്ടിണി കിടന്നപ്പോഴാണ് അറിയുന്നത് എൻ്റെ അമ്മ പാവം ചാപ്പാട് കഴിക്കാൻ പറഞ്ഞ സമയത്ത് ദേഷ്യപ്പെട്ട് തട്ടി മാറ്റിയിട്ടുള്ള കപ്പ് ഓർമ്മ വന്നു. കാരണം വിശപ്പ് അന്നാണ് അറിയുന്നത്. അമ്മമാര് സ്നേഹത്തോടുകൂടി തരുന്ന സമയത്ത് കുട്ടിയായിരുന്ന എനിക്കത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷെ പട്ടിണി കിടന്നപ്പോൾ മനസ്സിലായി പട്ടിണിയുടെ ഭീകരാവസ്ഥ എന്താണെന്നുള്ളത്. പിന്നീട് ഒരു പട്ടിണി കിടക്കുന്നതിനെ കാണുന്ന സമയത്ത് ആ മനുഷ്യത്വൻ എൻ്റെ ഉള്ളിൽ ഉണരാറുണ്ട്. പല ദാനധർമ്മങ്ങളും ഞാൻ ചെയ്യാറുണ്ട്. ഇത് ചെവി അറിയാതിരിക്കാൻ നോക്കും പലതും. പക്ഷെ അത് അറിഞ്ഞാൽ എന്താ പ്രശ്നം വെച്ചാൽ എവിടെയെങ്കിലുള്ള ആൾക്കാരൊക്കെ വിളിയാണ് വരും. പക്ഷെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു ലെവലിൽ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കർമ്മമാണ്. ഇതിൽ നിന്ന് നിങ്ങൾ ഓരോരുത്തരും പഠിക്കേണ്ട കാര്യമാണ്. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യും. അത് ഏത് കർമ്മം മുന്നിൽ വന്നാലും ശരി, അത് ചെയ്തിരിക്കണം. ഒരു പട്ടാളക്കാരനായി ജോലി ചെയ്തിട്ടുള്ള ഞാൻ പലയിടത്തും എനിക്ക് ഷൂ പോലും പോളിഷ് ചെയ്ത് വന്നിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. അതെന്റെ ജോലിയായിരുന്നു. പക്ഷെ അന്ന് വാശിയെടുത്തു. ആ ഷൂസ് ഞാനിടും ഒരു ദിവസം. അങ്ങനെയാണ് 3ാമത്തെ വർഷത്തിൽ ഈ 10ാം ക്ലാസ് തോറ്റ് ഞാൻ 10ാം ക്ലാസും പാസ്സായി, പ്രീ ഡിഗ്രിയും പാസ്സായി, BA ഫസ്റ്റ് ഇയറും പാസ്സായി, ഓഫീസേഴ്സിന്റെ ടെസ്റ്റും പാസ്സായി. 3.5 വർഷം കഴിഞ്ഞാൽ ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ ഓഫീസർ കേഡറ്റായിട്ട് ജോയിൻ ചെയ്തത്. ബിക്കോസ് യുവർ ഹാർഡ് വർക്ക്, ഗോഡ് ഈസ് സപ്പോർട്ടിങ് യു. അല്ല ഞാൻ എന്നും ദൈവം എന്നെ രക്ഷിക്കണോ, അത് കഴിഞ്ഞു. പിന്നെ യു ഡു യുവർ വർക്ക്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ 84ാമത്തെ വയസ്സിലും ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞാനൊക്കെ അതുവരെ എത്തുമ്പോഴത്തേക്കും ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നുള്ള പോലെ എനിക്കറിയില്ല. എനിക്കുള്ളൊരു 10-14 വർഷമായിട്ടാണ് ഏട്ടൻ്റെ പ്രായത്തിലേക്ക് എത്താൻ.